സ്റ്റാർട്ട്. ഇനി നമുക്ക് പറയാനുള്ളത് സ്പെസിഫൈയിങ് ദി റിഗ്രഷൻ ഇക്വേഷൻ. എങ്ങനെയാണ് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ സ്പെസിഫൈ ചെയ്യുക, അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഐഡന്റിഫൈയിങ് ദി വേരിയബിൾസ്. നമ്മൾ ഏത് കൺസെപ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്, ഏത് ഫംഗ്ഷൻ ആണ് എടുക്കുന്നത്, അതിൻ്റെ ആദ്യം നമ്മൾ വേരിയബിൾസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഡിറ്റർമൈൻ വേരിയബിൾസ് അഫക്റ്റിംഗ് ഡിമാൻഡ്. ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയബിൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വേരിയബിൾസ് ആണ് നമ്മൾ നോക്കുക? ഓൺ പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്. നമ്മൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള വേരിയബിൾസ് ഒക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്താണ് എന്നുള്ളത്, അതുപോലെ തന്നെ അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ എത്രയാണ്, എത്രമാത്രം പരസ്യ ചെലവ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗുഡ്സിന്റെ പ്രോഡക്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്, ദെൻ കോംപ്ലിമെന്ററി ഗുഡ്സ് ഏതൊക്കെയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും രണ്ടും പ്രോഡക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ അലേർട്ട് ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള വേരിയബിൾസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സിനെ കുറിച്ചിട്ടുള്ള ആ വേരിയബിൾസ് ഡിറ്റർമൈൻ ചെയ്യാം. അതുപോലെ തന്നെ ക്രെഡിറ്റ് കോസ്റ്റ് ആൻഡ് അവൈലബിലിറ്റി ഡ്യൂറബിൾസ്, എത്രമാത്രം കോസ്റ്റ് വരുന്നുണ്ട്, ദെൻ ഡ്യൂറബിൾസിനെ കുറിച്ചിട്ട് ഡ്യൂറബിൾസ് ഡിറ്റർമൈൻ ചെയ്യാം. ദെൻ അതർ ഫാക്ടേഴ്സ്, ഇൻകം, അടുത്ത വേരിയബിൾസ് എന്തൊക്കെയാണ്? ഇൻകം, ടേസ്റ്റ്, എക്സ്പെക്ടേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം ആവട്ടെ, അതുപോലെ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസസ്, അവരുടെ ടേസ്റ്റ്, അവരുടെ എക്സ്പെക്ടേഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. കാരണം മാറും തോറും ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. അപ്പോൾ അങ്ങനെയുള്ള അതും ഒരു വേരിയബിൾസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ തന്നെയാണ് കൺസ്യൂമേഴ്സിനെ കുറിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? വേരിയബിൾസ് ആയിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് വെക്കുന്നു. ഇതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യം. അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ കണക്കാക്കി നമ്മൾ ആദ്യം വേരിയബിൾസ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ സെറ്റ് ചെയ്യേണ്ട വേരിയബിൾസ് നമുക്ക് എന്തിനെ കുറിച്ചിട്ടാണോ നമുക്ക് അറിയേണ്ടത്, എന്താണോ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ എയിം എന്താണോ ആ വേരിയബിൾസ് കറക്റ്റ് ആയിരിക്കണം. അതിനെക്കുറിച്ചിട്ട് അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാണ് അടുത്ത പണി. അപ്പോൾ ഇതെല്ലാം വേരിയബിൾസും ഡാറ്റയും കറക്റ്റ് ആയാൽ മാത്രമേ നമ്മുടെ ഇക്വേഷനോ കറക്റ്റ് ആകുകയുള്ളൂ. അപ്പം ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നമ്മുടെ എയിം എന്താണോ ആ വേരിയബിൾസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചോ. ദെൻ ആ വേരിയബിൾസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പണി എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യും? എവിടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും? കളക്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഫോർ ചൂസൺ വേരിയബിൾസ്. അപ്പോൾ ഈ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള വേരിയബിൾസുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ തന്നെ നമ്മൾ കളക്ട് ചെയ്യണം. അപ്പോൾ അതിൽ നമുക്ക് ഈസി ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡുകൾ ഉണ്ടാവും. നമുക്ക് സിമ്പിൾ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. എവിടെ നിന്ന് എങ്ങനെയൊക്കെയുള്ള ഡാറ്റയാണ് സിമ്പിൾ ആയിട്ടുള്ളത്, ഈസിയർ ആയിട്ടുള്ളത്? ഓൺ പ്രൈസ് നമുക്ക് സിമ്പിൾ ആയിട്ട് കണക്കൂട്ടാൻ പറ്റും. സ്ഥാപനത്തിന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കണക്കൂട്ടാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ സിമ്പിൾ ആയിട്ട് കണക്കൂട്ടാൻ സാധിക്കും. അഡ്വർടൈസിങ്, സ്ഥാപന ഫേമിന്റെ അഡ്വർടൈസിങ് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇന്റേണൽ ഡാറ്റാസ് എല്ലാം അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിനകത്തുള്ള ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുന്ന ഡാറ്റാസ് ആണ്. ദെൻ നമുക്ക് ഹാർഡർ ആയിട്ടുള്ളത്, നെക്സ്റ്റ് എന്താ വരുന്നത്? ഹാർഡർ ആയിട്ടുള്ള ഡാറ്റ അതെങ്ങനെ കളക്ട് ചെയ്യാം? അത് കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച്, സ്ഥാപനത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് കോമ്പറ്റീറ്റേഴ്സിന്റെ കാര്യം നമുക്ക് അറിയില്ല, അവർ സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറയുന്ന കാര്യങ്ങൾ ഈസി അല്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കണം. കോമ്പറ്റീറ്റേഴ്സിന്റെ അഡ്വർടൈസിങ്, അതുപോലെ തന്നെ അവരുടെ പ്രോഡക്റ്റ് ഡിസൈൻ ചേഞ്ചസ് എന്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റിൽ പോയിട്ടാണെങ്കിലും അത് പല മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അടുത്തത് വരുന്നത് പബ്ലിക് സോഴ്സസ് ആണ്. അപ്പോൾ ഈ പറയുന്ന വിവരങ്ങൾ ഈസി ആയിട്ടുള്ളത്, ഹാർഡർ ആയിട്ടുള്ള ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ അത് എവിടെ നിന്നാണ് കളക്ട്? പബ്ലിക് സോഴ്സസിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ റീറ്റെയിൽ പ്രൈസസ്, അതുപോലെ തന്നെ ഗവൺമെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന മെത്തേഡുകൾ നമുക്ക് പബ്ലിക് സോഴ്സസും ഈ ഡാറ്റ കളക്ഷനുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇൻകം, പോപ്പുലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പബ്ലിക് സോഴ്സസിൽ നിന്നാണ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പറയുന്ന വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലാണ് നമ്മൾ കളക്ട് ചെയ്യാം.
ദെൻ ഇതല്ലാതെ ക്വാളിറ്റേറ്റീവ് ഫോമിലുള്ള ഡാറ്റാസും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് ഡാറ്റാനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്വാളിറ്റേറ്റീവ് ഡാറ്റ പറഞ്ഞാൽ ടേസ്റ്റ്, എക്സ്പെക്ടേഷൻ, പ്രിഫറൻസസ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അത് ക്വാളിറ്റേറ്റീവ് ആണ്. അത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ക്വാളിറ്റേറ്റീവ് ഡാറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ കൺവേർട്ട് ചെയ്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആയി മാറ്റിയതിന് ശേഷമേ നമുക്കതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വേരിയബിൾ സെറ്റ് ചെയ്തു, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തു. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഇതിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ എങ്ങനെ സ്പെസിഫൈ ചെയ്യാം? അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ലിനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഒരു ലിനിയർ നമ്മളൊരു റിഗ്രഷൻ ഇക്വേഷനിൽ ഫസ്റ്റ് വൺ എന്താണ്? ലിനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പോൾ അതാണ് ഒരു ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ Q is equal to quantity is equal to A plus BP plus CA. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റീനെ അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റോ ക്വാണ്ടിറ്റിയോ പ്രൊഡക്ഷനെയോ ഒക്കെ അഫക്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സും ഇവിടെ P എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രൈസ് ആണ്, A എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പോൾ പ്രൈസോ അഡ്വർടൈസ്മെന്റോ എങ്ങനെ നമുക്ക് പ്രൊഡക്ഷനെ ബാധിക്കും, പ്രൊഡക്ഷൻ അഫക്ട് ഡിമാൻഡിനെയോ പ്രൊഡക്ഷനെയോ കോസ്റ്റിനെയോ ഒക്കെ എങ്ങനെ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ലിനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ അടുത്തൊരു ഇക്വേഷൻ വരുന്നത് എക്സ്പോണൻഷ്യൽ ഓർ പവർ ഫംഗ്ഷൻ ആണ്. അടുത്ത ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് അതിൽ Q is equal to AP BAC എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിലും ഇതേപോലെ പ്രൈസും അഡ്വർടൈസ്മെന്റും തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഇതിൽ ലോഗ് യൂസ് ചെയ്യും, ലോഗ് ലിനിയർ ഫോം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഇന്റർപ്രിട്ടേഷനിലേക്കായിട്ട് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ Q ലോഗ് അതാ ലോഗ് Q ലോഗ് A പ്ലസ് D ലോഗ് അതുപോലെ തന്നെ P പ്ലസ് C ലോഗ് A എന്നുള്ള ഒരു ഇക്വേഷൻ ലോഗ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ രണ്ടാമത് പവർ ഫംഗ്ഷനിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അവിടെ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് പറയുകയാണെങ്കിൽ അവിടെ A എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ A ഇന്റർസെപ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. BC എന്ന് പറയുന്നത് കോഫിഷ്യന്റ് ഷോയിങ് എഫക്ട് ഓഫ് പ്രൈസ് ആൻഡ് അഡ്വർടൈസ്മെന്റ് പ്രൈസും PM Aയും ഒക്കെ എന്താണ്? പ്രൈസും അഡ്വർടൈസ്മെന്റും ഒക്കെയാണ്. അതെങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു റിലേഷൻ ആണ് ഇവിടെ നമുക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കാം. അതുപോലെ തന്നെ BC എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി, വേറൊരു കാര്യം വരുന്നത് മെയിനായിട്ട് ഇതിലൂടെ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എത്രമാത്രം ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്, ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് റിഗ്രഷൻ അനാലിസിസിൽ വരുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കേഴ്സ് മേ ടെസ്റ്റ് ബോത്ത് ഫോംസ് ടു ഫൈൻഡ് ഔട്ട് ബെസ്റ്റ് ഫിറ്റ്. ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറയുന്ന രണ്ട് മെത്തേഡും യൂസ് ചെയ്യാം. കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് പവർ ഫംഗ്ഷനുള്ള ഈ സെക്കൻഡ് മെത്തേഡാണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുക. രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്, രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട്. നമുക്കിതിലൂടെ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ നമുക്ക് ലോഗ് ലിനിയർ ഫോം സിംപ്ലിഫൈസ് ഇലാസ്റ്റിസിറ്റി എസ്റ്റിമേഷൻ. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിസിറ്റി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഇതിലൂടെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കുന്നുണ്ട്, ബെസ്റ്റ് ഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു ഇക്വേഷന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് എങ്ങനെ നമുക്കൊരു റിഗ്രഷൻ ഇക്വേഷൻ എസ്റ്റിമേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഫേമിൻ്റെ ഇൻപുട്ട് നമുക്ക് അതിൽ ഫിക്സഡ് ക്യാപിറ്റൽ കോസ്റ്റ് അതുപോലെ തന്നെ വേരിയബിൾ ഇൻപുട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ കോസ്റ്റ് ₹100 പെർ പീരീഡ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു പീരീഡിന് വേണ്ടിയിട്ട് ഇത്ര രൂപ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വേരിയബിൾ ഇൻപുട്ട് ഒരു ലേബർ മാറുന്നതിനനുസരിച്ച്, ലേബേഴ്സിൻ്റെ എണ്ണം മാറുന്നതിനനുസരിച്ച് നമുക്ക് കോസ്റ്റ് മാറുന്ന ഇൻപുട്ട് മാറുന്നതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ചേഞ്ച് കോസ്റ്റ് മാറുമല്ലോ, തീർച്ചയായിട്ടും മാറും. അപ്പോൾ അങ്ങനെയുള്ള മാറുന്ന വേരിയബിൾ ഇൻപുട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റലും ഫിക്സഡ് കോസ്റ്റും അതുപോലെ വേരിയബിൾ ഇൻപുട്ടും നമ്മൾ ഇതിനു വേണ്ടി ഫൈൻഡ് ഔട്ട് ചെയ്യണം.
അപ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ എസ്റ്റിമേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് y കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, ടോട്ടൽ കോസ്റ്റും ഔട്ട്പുട്ട് x ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റിമേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഒരു റിഗ്രഷൻ മോഡൽ ഇക്വേഷൻ നമുക്ക് ഇതിന് വേണ്ടി ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ y = a + dx എന്നുള്ളതാണ്. അപ്പോൾ y-നെ x എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ പാരാമീറ്റേഴ്സ് a + d എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ്, a എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്, b എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ y-നെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാം. അതും 7 പ്രൊഡക്ഷൻ പീരീഡിലുള്ള ഡാറ്റ, 7 ഇയേഴ്സിലുള്ള ഡാറ്റ, 2015 തുടങ്ങി ഒരു 2021 വരെയുള്ള ഒരു കമ്പനിയുടെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഫോമിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ ഔട്ട്പുട്ട് 5 യൂണിറ്റ് ഔട്ട്പുട്ട് വരുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് എത്ര വരും, 150 കോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ യൂണിറ്റ് കൂടുന്തോറും കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ഔട്ട്പുട്ട് കൂടുന്തോറും, യൂണിറ്റ് കൂടുന്തോറും, പ്രൊഡക്ഷൻ കൂടുന്തോറും എന്ത് കൂടുന്നുണ്ട്, കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു 7 ഇയേഴ്സിൽ ഡാറ്റ കളക്ട് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിലെ ബെസ്റ്റ് ഫിറ്റ് ഏത് വർഷമാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ എപ്പോഴാണ് ബെസ്റ്റ് ഫിറ്റ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള മാനേജേഴ്സിന് മുന്നിലുള്ള ഒരു ടാസ്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് OLS മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. എന്താണ് OLS മെത്തേഡ്? ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ അപ്രോച്ചിൽ നമ്മൾ ആദ്യം പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഡാറ്റ പോയിന്റ് ഷോ അപ്വേർഡ് ട്രെൻഡ് ബട്ട് നോട്ട് എ പെർഫെക്റ്റ് ലൈൻ. അപ്പോൾ ആ ഡാറ്റ അപ്വേർഡ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്, പക്ഷെ അതൊരു പെർഫെക്റ്റ് ലൈൻ അല്ല. എന്തുകൊണ്ട് അത് പെർഫെക്റ്റ് ലൈൻ അല്ല, ബെസ്റ്റ് ഫിറ്റ് അല്ല എന്നുള്ളതിൻ്റെ ഒരു ആൻസർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനാണ് നമ്മൾ OLS മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഡിസ്റ്റൻസും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എത്രമാത്രം ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ സ്ക്വയർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് നമ്മൾ അതിൻ്റെ ഒരു സമ്മ കാണുക എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട്. ഓരോ ലൈന് മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ലൈനിൻ്റെ ഇടയിലുള്ള ഓരോ ഡിസ്റ്റൻസും അല്ലെങ്കിൽ ആ ഗ്യാപ്പ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എത്രമാത്രം ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് റെസിഡുവൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ റെസിഡുവൽ എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ മിസ്റ്റേക്ക്, എന്താണ് എറർ, അതാണ്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് മൈനസ് പ്രെഡിക്റ്റഡ് കോസ്റ്റ്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത കോസ്റ്റും ആക്ച്വൽ ആയിട്ട് വന്നിട്ട് ഉള്ള കോസ്റ്റും എത്രയാണ്, അത് തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ എറർ അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്താണ്, എവിടെയാണ് ഫാൾട്ട് പറ്റുക, അല്ലെങ്കിൽ എത്രമാത്രം മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു OLS എസ്റ്റിമേഷനിലൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഈ ഒരു OLS മെത്തേഡിലൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന റിസൾട്ടിനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് നമുക്കൊരു പോയിന്റിലേക്ക്, കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ഇക്വേഷനിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ അതിൽ y എന്ന് പറയുന്നത് നമ്മൾ അവിടെ 87.08 ആണെങ്കിൽ പ്ലസ് x 12.21 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു എസ്റ്റിമേറ്റഡ് ഫിക്സഡ് കോസ്റ്റ് 87.08 എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ദെൻ 12.21 എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ സമ്മ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അത് ഒരു പ്രെഡിക്ഷൻ എറർ, നമുക്ക് എറർ പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മിസ്റ്റേക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മളുടെ റെസിഡുവൽ അല്ലെങ്കിൽ എറർ എന്താണ്, റെസിഡുവൽ 1.87 എന്നുള്ള ആ ഒരു സൊല്യൂഷനിലേക്ക്, ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ എത്രമാത്രം മിസ്റ്റേക്ക് ഉണ്ട്, എത്രമാത്രം നമുക്ക് അവിടെ വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്, എറർ എത്രയുണ്ട്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് നമുക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് എടുക്കാനായിട്ട് മാനേജേഴ്സിന് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു റിഗ്രഷൻ ഇക്വേഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിലൂടെ മാനേജേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. റിഗ്രഷൻ ഇക്വേഷൻ എന്താണ്, റിഗ്രഷൻ അനാലിസിസ് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.